മാങ്ങയൊക്കെ പൊഴിഞ്ഞ് വീഴുന്ന കാലമാണ്. ഇവിടെ നാടൻ മാങ്ങയൊന്നും നമുക്ക് കിട്ടില്ല എന്തായാലും. പക്ഷെ കിട്ടണ മാങ്ങ വെച്ചിട്ട് നമുക്കൊരു മാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കാം. അപ്പം എനിക്ക് കിട്ടിയത് അധികം പഴുത്തിട്ടില്ല, എന്നാലും കുറച്ചൊരു നന്നായിട്ട് പഴുത്ത മാങ്ങയാണ് കിട്ടിയത്. 4 മാങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ 2 മാങ്ങ ഞാൻ ചെത്തിയെടുത്തു, തോലെല്ലാം കളഞ്ഞ് മുറിച്ചിട്ട് അതാണ് കൽച്ചട്ടിയിൽ കാണുന്നത്. പിന്നെ 2 മാങ്ങ ഞാൻ അണ്ടിയോടുകൂടി ഇടാൻ പോവുകയാണ്. അപ്പോൾ അണ്ടിയോടുകൂടി ഇടുമ്പോൾ ഒന്നിങ്ങനെ അതിൻ്റെ മേലുള്ള മാങ്ങയൊക്കെ ഒന്ന് ഇതാവാൻ വേണ്ടി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. വീഡിയോയിൽ കാണാൻ ഞാൻ മുറിക്കുന്നത്. അങ്ങനെ മുറിച്ചെടുത്തിട്ടുള്ള അണ്ടി അങ്ങനെ ഞാൻ ആ കഷ്ണത്തിൻ്റെ കൂടെ വെച്ചു. അങ്ങനെ 2 മാങ്ങ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അതിന് ഒപ്പം വെള്ളം ചേർത്തിട്ട്, ഒപ്പം അതിൻ്റെ കുറച്ചൊരു മേലെ നിൽക്കണ മാതിരി വെള്ളം ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ്. അപ്പോഴേക്കും അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ആ മാങ്ങയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 5-6 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി നോക്കണം. അപ്പം നന്നായിട്ട് ഇളക്കി നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. മാങ്ങയുടെ കഷ്ണം എല്ലാം വെന്തിട്ടുണ്ട്. പിന്നെ ആ അണ്ടിയുടെ മേലത്തെ കഷ്ണങ്ങളും നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പിടുക. ഒരു ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്തത്. പിന്നെ ഒരു കഷ്ണം ശർക്കരയും. ഈ മാങ്ങയ്ക്ക് ഒരുപാട് മധുരമൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ചൊരു പുളിപ്പുള്ള മാങ്ങയായിരുന്നു. അതുകൊണ്ട് ഒരു കഷ്ണം ശർക്കരയും കൂടി ഇട്ടു. പിന്നെ കുറച്ചൊരു പുളിക്ക് വേണ്ടി ഞാനൊരു 2 കപ്പ് തൈരാണ് എടുത്തത്. ഇത് കടഞ്ഞെടുത്ത തൈരൊന്നുമല്ല, കടഞ്ഞെടുത്ത മോരൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി കുറവ് ചേർത്താൽ മതിയാവും. ഞാനൊരു 2 കപ്പ് എടുത്തിട്ട് അതൊന്ന് മിക്സിയിലിട്ട് അടിച്ചു. വെണ്ണയൊന്നും എടുക്കാൻ വന്നില്ല, വെറുതെ അതൊന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് അത് ഈ കൂട്ടാനിലേക്ക് ചേർത്തു. കൂട്ടാനിലേക്ക് ചേർക്കുന്നതിൻ്റെ മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കണം. വല്ലാതെ തിളയ്ക്കുന്ന കൂട്ടാനിലേക്കല്ല ഞാൻ ചേർത്തത്. ഒന്ന് ഫ്ലെയിം ചെറുതാക്കി നല്ലോണം കുറച്ച് വെച്ചിട്ട് എന്നിട്ടാണ് ഞാൻ മോര് ചേർത്തത്, അല്ലെങ്കിൽ മോര് പിരിഞ്ഞു പോകും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാളികേരം, ഒരു 1.5 കപ്പ് നാളികേരവും ഒരു 1/2 ടീസ്പൂൺ ജീരകവും ഒരു 4 പച്ചമുളകും കൂടി തിളച്ച വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ അരച്ചെടുത്തു, നന്നായിട്ട് അരച്ചെടുത്തു. എന്നിട്ട് അത് അധികം തൈര് കുറുകാനോ അല്ലെങ്കിൽ തിളയ്ക്കാനോ ഒന്നും നിൽക്കണ്ട. ഒന്ന് ചൂടായി വന്നാൽ അരപ്പ് ചേർത്തിട്ട് അരച്ചത് ചേർത്ത് നന്നായിട്ട് ഇളക്കി. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പും മധുരമൊക്കെ ചേർക്കും ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ കടുകും മുളകും കരിവേപ്പിലയും എടുത്ത് വറവിട്ട് കഴിഞ്ഞാൽ മാങ്ങ പുളിശ്ശേരി റെഡിയാണ്. നമ്മൾ അണ്ടിയോട് കൂടിയിട്ട മാങ്ങയിലേക്ക് നല്ല മധുരവും ഉപ്പും പുളിയും ഒക്കെ പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവും അത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് ശരിക്കും നാട്ടിലുള്ള മാങ്ങാ പുളിശ്ശേരി മാതിരി തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് വന്ന ഒരു ഫാമിലി ഊണ് കഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു ഇത് നാട്ടിലത്തെ അതേമാതിരി തന്നെ മാങ്ങാ പുളിശ്ശേരി മാതിരി തന്നെ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഏത് മാങ്ങ വെച്ചിട്ട് മാങ്ങാ പുളിശ്ശേരി ഉണ്ടാക്കാം. നിങ്ങൾ ഈ മാങ്ങാ പുളിശ്ശേരി നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ നല്ലതാണ്. പിന്നെ ഇഡ്ലി, ദോശ അല്ലെങ്കിൽ നൂൽപുട്ട് ഇതിൻ്റെ കൂടെയൊക്കെ പോണ നല്ലൊരു കറിയാണിത്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്ത റെസിപ്പിയായിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ഗീതാസ് കിച്ചൺ. താങ്ക് യു.